ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു A3 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സൈസിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായിട്ട് ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ആപ്പാണ് ഞാൻ ഒരുവിധം എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഒന്നെങ്കിൽ A3 ഡോക്യുമെൻ്റ് എന്ന് വെച്ചിട്ട് മുകളിലുണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ താഴെയുള്ള പ്ലസ് ബട്ടണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, A3 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്താൽ നമുക്കൊരു ഫോൾഡറിന് ഓപ്പൺ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ചെയ്ത് താഴെ ഉണ്ടാവും അപ്ലോഡ്സ്. അതിൽ അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എത്ര ഫോട്ടോസാന്ന് വെച്ചാൽ അത് എന്താ പറയുക സെലക്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നമുക്ക് പേജിക്ക് കിട്ടും. ഇത് പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്യാം. താഴെ പിന്നെ ഈ ടെക്സ്റ്റ് എന്ന് വെച്ച ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് വേണമെങ്കിൽ ഇതിൽ ഞാൻ ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ പേരും കൂടി കൊടുക്കുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രെയിം തന്നെ കേട്ടോ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കപ്പിൾസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് ഓരോ പേരും കൂടി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫോൺസും കാര്യങ്ങളൊക്കെ ആ ഒരു നെയിമിൽ സെലക്ട് ചെയ്താൽ താഴെ ഫോൺസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ പിന്നെ ഒരുപാട് എന്താ പറയുക മോഡൽസ് ഉണ്ട് കേട്ടോ പേര്. അപ്പോൾ അത് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ട് തന്നെ അതെല്ലാം വീണ്ടും നമുക്ക് ടെക്സ്റ്റ് പോകണമെങ്കിൽ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കണ്ട് പിന്നെ നമുക്ക് വേറെ പിന്നെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വേറെ വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ആ കപ്പിളിൻ്റെ ഫോട്ടോ അതുപോലെ മുകളിൽ ആ ഒരു സംഭവം മാത്രം കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ഫ്രെയിം ഞാൻ ഓർഡർ തന്നിട്ടുള്ളത് A4 സൈസിലാണ്. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത് A3 ഷീറ്റിലാണ്. അപ്പോൾ അത് രണ്ട് ടൈപ്പിൽ നമുക്ക് A4 കറക്റ്റാക്കി എഡിറ്റ് ചെയ്യാം. അതായത് ഒന്നെന്ന് വെച്ചാൽ ഇത് A3 ആണല്ലോ, A3ൻ്റെ പകുതിയാണ് A4 സൈസ്. അപ്പോൾ അത് നേരെ തല തിരിച്ചിട്ട് എഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് തല തിരിച്ചിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് പകുതി ഇങ്ങനെ ആയി വരുമ്പോൾ തന്നെ നമുക്കൊരു കട്ടിയിലൊരു പിങ്ക് ഷെയ്ഡിലൊരു വര വരും. വേറെ ഒരു നടുഭാഗത്താകുമ്പോഴാണ് എന്താ പറയുക അതൊരു വരായിട്ട് വരുന്നത്. മറ്റേതൊക്കെ ഡോട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ഫ്രെയിം നമുക്ക് നീക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പകുതി പോർഷന് എങ്ങനെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു പകുതി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ ഇനിയിപ്പോൾ കളറിൽ ഇതിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവില്ല. അത് വേറൊരു കളറിലോ അല്ലെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേഗം മനസ്സിലാക്കും. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നേരെ താഴെ എലമെൻറ്റ്സ് പോയിട്ട് ലൈൻ എന്ന് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ലൈൻ എന്ന് വെച്ച് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ ലൈനും കിട്ടും. അപ്പോൾ അതാവുമ്പോൾ എന്താവും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ നമുക്ക് വേഗം പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ മുറിക്കാൻ പറ്റും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നായിട്ട് സെലക്ട് ചെയ്ത് കണ്ട് ഇതുപോലെ ഇത് തല തിരിച്ച് കൊടുത്താൽ മതി. പിന്നെ നേരെ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നേരെ ഡൗൺലോഡിൽ എന്താണ് PDF സ്റ്റാൻഡേർഡിൽ പോയിട്ട് നേരെ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി അതല്ല രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് നേരെ ഗൂഗിളിൽ പോവുക. എഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഗൂഗിളിൽ പോയിട്ട് പിന്നെ ഒരു A4ൻ്റെ നമ്മളിപ്പോൾ കയ്യിൽ ഫ്രെയിം ഉണ്ടാവുമല്ലോ, അപ്പോൾ A4ൻ്റെ അളവ് നമ്മൾ ഗൂഗിളിൽ നോക്കുക. അതായത് ഇഞ്ചിലോ സെൻറ്റിമീറ്ററിലോ നോക്കുക. അതായത് ഇഞ്ചിൽ ഞാൻ നോക്കാൻ കാരണം ഞാൻ പറയാം, നമ്മൾ ആ ഒരു 8/12 ഇഞ്ചാണ് നമുക്ക് A4 സൈസ് വരുന്നത്. ഞാൻ ഇഞ്ചാണോ സെൻറ്റിമീറ്റർ ആണോ നോക്കലെന്ന് വെച്ചാൽ ആ താഴെ പോകുമ്പോൾ നമുക്ക് ഒരു പൊസിഷൻ എന്ന് വെച്ചിട്ടുള്ള ഓപ്ഷൻ കാണും. അതിൽ പോയിട്ട് അഡ്വാൻസിൽ നോക്കിയാൽ അവിടെ സെൻറ്റിമീറ്റർ ആണോ ഇഞ്ചാണോ, ചില ടൈമിൽ ഇഞ്ച് കാണും കേട്ടോ. ഈ IN ഇപ്പോൾ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിക്കാണ്ട് A4 സൈസിനനുസരിച്ച് 8 ഇഞ്ച് ഇൻ സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുക. എന്നിട്ട് പിന്നെ പൊസിഷനിൽ പോയിട്ട് നമുക്ക് ആ ഒരു വിഡ്ത്ത് ഹൈറ്റ് ഉള്ളിടത്ത് കറക്റ്റ് ആ നമ്പർ കൊടുത്താൽ മതി ഏതാണോ. ഇനിയിപ്പോൾ അതല്ല A5 ആണെന്നുണ്ടെങ്കിലും വേറെ ഏത് ഫ്രെയിമാണ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രെയിമിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് എനിക്ക് 4 ഇതിൽ തന്നെ ഈ ഒരു A3 ഷീറ്റിൽ തന്നെ 4x4 കൊടുക്കണം. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഗൂഗിളിൽ പോവുക.
എന്താ പറയുക ഫ്രെയിം എൻ്റെ കയ്യിലുള്ള ഫ്രെയിം 4x4 ഇഞ്ചിൻ്റെ ആണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ 4 ഇഞ്ച് സെൻറ്റിമീറ്റർ അടിച്ചു കൊടുത്താൽ 10 സെൻറ്റിമീറ്ററാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വിടുത്തും ഹൈറ്റുള്ളടുത്ത് 10 സെൻറ്റിമീറ്റർ കൊടുക്കുക. പിന്നെ XY എന്നുള്ളടത്ത് സാധാ 0 കൊടുത്താലും മതി. ചില ടൈമിൽ ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് എന്താ പറയുക അളവ് തന്നെ നമുക്ക് കൊടുത്താൽ ആ കറക്റ്റ് ആ ഒരു സ്ക്വയറിൽ തന്നെ കിട്ടും. എന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുക, എന്താ പറയുക അതൊന്ന് ചുരുക്കി കൊടുത്താലും മതി. എന്നാലും ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ A3 ഷീറ്റ് അല്ല A4 ആണെന്നുണ്ടെങ്കിലും ഈ അളവ് നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ ഉണ്ട് കിട്ടുന്നത്. നമ്മൾ ഏത് ഡോക്യുമെൻ്റാണോ ഏത് പേജാണോ എടുത്തത് അതിനനുസരിച്ചുള്ള അളവിലായിരിക്കും കിട്ടുന്നത്. ഇനിയിപ്പോൾ വൈറ്റ് ഫോൾഡർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ വേറെ കളറിലുള്ള A5 4x4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിൻ്റെ ആവശ്യമില്ല. വൈറ്റ് ഫോൾഡറാണ് എക്സ്ട്രാ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ലൈന് വരയ്ക്കണമെന്നല്ല. ഇനിയിപ്പോൾ ഇതിന് നേരെ ചെറിയ ഫ്രെയിമൊക്കെ ആണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ ലൈന് കൊടുത്താൽ കറക്റ്റില്ല. അതുപോലെ പോളാറോയിഡ്സിലൊക്കെ നമ്മൾ ലൈന് വെച്ച് കൊടുത്താൽ മുറിക്കാനുള്ള ഒരു സിമ്പിളിന് വേണ്ടിയിട്ടാണ് ലൈന് കൊടുക്കുന്നത്. പിന്നെ ഞാനിത് രണ്ട് ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഫ്രെയിം ചെയ്ത് വന്നാലും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സിമ്പിളാണല്ലോ, നമുക്ക് എക്സ്ട്രാ സ്പേസും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നേരെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരിട്ട് PDF സ്റ്റാൻഡേർഡിൽ പോയിട്ട് വാട്സപ്പ് ഷെയർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് പിന്നെ A3 സൈസിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടിയതാണ്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്, എഡിറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ടോട്ടൽ A3 സൈസിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഫ്രെയിമൊക്കെ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്രെയിമിൻ്റെ ബോർഡും കൂടി കൂടുമ്പോൾ എന്തായാലും വലിപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഫ്രെയിം കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. ചെറിയ ബോർഡിൽ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്രെയിം തന്നെയാണ്. A4 സൈസിൽ 1 ഇഞ്ച് ബോർഡറാണ് വരുന്നത്. കട്ട് ചെയ്ത് വന്നപ്പോൾ പക്ക കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. 4x4 ഒക്കെ ആ ഒരു വരച്ച ആ ഒരു ഇതിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ A4 ഇത്തിരി ഒരു ഇത് വന്നിരുന്നു, കാരണം ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് താഴ്ത്തിക്കാണ്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അടിഭാഗം കുറച്ച് സ്പേസ് വന്നു. പിന്നെ ഒന്നാമത് ലൈൻ ഇട്ടിട്ടില്ലല്ലോ. ലൈൻ ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റിന് ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിരുന്നു കേട്ടോ. ഏത് ടൈപ്പിലുള്ള ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈസിൽ നമുക്ക് ആദ്യം കയ്യിലുള്ള ഫ്രെയിമിൻ്റെ അളവ് കണ്ടിട്ട് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ കറക്റ്റിന് കിട്ടും. പൊസിഷനിൽ പോവുക, അഡ്വാൻസിൽ നമുക്ക് ആ ഒരു ഹൈറ്റും വിടുത്തുള്ളടുത്ത് കറക്റ്റ് സൈസ് കൊടുത്താൽ തന്നെ നമുക്ക് കറക്റ്റിൽ കിട്ടും. ചില എഡിറ്റേഴ്സിന് ഇത് ചിലപ്പോൾ അറിയാമായിരിക്കും കേട്ടോ ഇങ്ങനെ സൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഉപകാരപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.